കോൺഗ്രസിലെ കുടുംബാധിപത്യത്തെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന പാർട്ടിയാണ് CPM. കോൺഗ്രസിലെ നെഹ്റു കുടുംബത്തിൻ്റെ കയ്യിലാണ്, ഒരു കുടുംബത്തിൻ്റെ പാർട്ടിയാണ് എന്ന് പറയുന്നു. ഒരു കോൺഗ്രസ് പാർലമെൻ്ററി സീറ്റുകൾ കോൺഗ്രസിലെ ഓരോ നേതാക്കളും കുടുംബ സ്വത്താക്കി വെക്കുന്നതിനെ രാഷ്ട്രീയമായി വിമർശിച്ച് മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയാണ് CPM. അങ്ങനെ വിമർശിക്കുമ്പോഴാണ് നമുക്കറിയാലോ ഈ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ ആ തീരുമാനം എടുത്തത്. CPIM സംസ്ഥാന സെക്രട്ടറി MLA സ്ഥാനം ഒഴിയുന്ന സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുന്നു. ശരിയാണ്, PK ശ്യാമള എന്ന് പറയുന്ന നേതാവ് പാർട്ടിയിൽ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ച ആളൊക്കെയാണ്. പക്ഷേ അത് കൊടുത്ത പൊളിറ്റിക്കൽ മെസ്സേജ് എന്ന് പറയുന്നത് CPM-ന് വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ്. അവിടെ TK ഗോവിന്ദൻ്റെ വിജയം വോട്ടിംഗ് ശതമാനം എത്രയാണ്? 20,000-ലധികം വോട്ടിംഗ് ശതമാനം ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിക്കുന്നത്. അതുപോലെ തന്നെയാണ് പയ്യന്നൂരിലുണ്ടായ തിരിച്ചടി എന്ന് പറയുന്നത്. ആ 2 മണ്ഡലങ്ങളിൽ എടുത്തിട്ടുള്ള തീരുമാനം, KK ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് ശരിയാണ് പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലത്തിലേക്ക് അവിടെ ശക്തിയായ സ്ഥാനാർത്ഥി എന്ന ന്യായീകരണവുമായി മാറ്റിയെങ്കിൽ പോലും ഒരുപക്ഷെ മട്ടന്നൂരിൽ KK ശൈലജ മത്സരിച്ചിരുന്നുവെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചേനെ എന്നുള്ള വിലയിരുത്തലുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു തെറ്റായ സന്ദേശമായി പാർട്ടിക്കെതിരെ ഇപ്പോൾ ഉയർന്നു വരികയാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവമായി പാർട്ടിക്കുള്ളിൽ പാർട്ടി കേഡറുകൾ, പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ വിലയിരുത്തി അതിനുള്ള മറുപടി നൽകി. ഈ പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന നിലയിൽ ഇത്തവണ പാർട്ടി പ്രവർത്തകർ തന്നെ, കേഡർമാർ തന്നെ തീരുമാനമെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോയില്ല എങ്കിൽ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും കണ്ടതുപോലെ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന് നേരിട്ടതുപോലെയുള്ള വലിയ പ്രഹരമായിരിക്കും CPM വരും ദിവസങ്ങളിൽ നേരിടാൻ പോകുന്നത്. ഇനി 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് CPM-നെ സംബന്ധിച്ച്, കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അടുത്തൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായി പാർട്ടിയെ ഒരുക്കാൻ ഈ തെറ്റുതിരുത്തി പാർട്ടി മുന്നോട്ട് പോകണം. ഇപ്പോൾ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള അവിശ്വാസം അതെന്താണ് എന്ന് കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങളുണ്ടാകണം.